ഒരു സദസ്സിലേക്ക് നമ്മൾ വന്നു കഴിഞ്ഞാൽ അവിടെ ഇരിക്കുന്ന ആളുകളെ എഴുന്നേൽപ്പിച്ചിട്ട് വന്ന ആൾ ഇരിക്കുന്നത് ഒരു മോശം സ്വഭാവമായിട്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത്. ഇമാം ഷാഫിഈ റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിൻ്റെ മുസ്നദിൽ അബ്ദുല്ലാഹ് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, ലാ യുഖീമന്ന അഹദുക്കുമുർ റജുല മിൻ മജ്ലിസിഹി, നിങ്ങളിൽ ഒരാളും തന്നെ മറ്റൊരാളെ അയാളിരിക്കുന്ന സീറ്റിൽ നിന്ന് എഴുന്നേൽപ്പിക്കരുത്. സുമ്മ യഖ്ലുഫുഹു ഫീ, എന്നിട്ട് അയാൾ അവിടെ പകരം ഇരിക്കുക. വലാകിൻ തഫസ്സഹു, മറിച്ച് നിങ്ങൾ വിശാലത കാണിക്കൂ. വതവസ്സഉ, സൗകര്യമുണ്ടാക്കി കൊടുക്കൂ. നിങ്ങളും ഇരുന്നോളൂ, അവരും ഇരിക്കട്ടെ. മറ്റുള്ളവർക്ക് സൗകര്യം ചെയ്തു കൊടുക്കുകയാണ് വേണ്ടത്. ഇതാണ് ഖുതുബയിൽ നാം സൂചിപ്പിച്ച ആയത്ത് സൂറത്തുൽ മുജാദലയിലെ 11-ാമത്തെ ആയത്തിൽ ഇത് പ്രത്യേകം പറയുന്നു. നിങ്ങൾ നോക്കൂ, പരിശുദ്ധ ഖുർആൻ ഒരു വേദഗ്രന്ഥം, ആ വേദഗ്രന്ഥം എത്ര ചെറിയതായ കാര്യങ്ങളെന്ന് നമുക്ക് തോന്നുന്ന വിഷയങ്ങളിലാണ് ഇടപെടുന്നത് എന്ന് നോക്കൂ. യാ അയ്യുഹല്ലദീന ആമനു, ഈമാനുള്ളവരെ, ഇദാ ഖീല ലക്കും തഫസ്സഹു ഫിൽ മജാലിസ്, മജ്ലിസുകളിൽ ഇരിക്കുമ്പോൾ സൗകര്യം ചെയ്തു കൊടുക്കാൻ നിങ്ങളോട് പറയപ്പെട്ടാൽ ഫഫ്സഹു, നിങ്ങൾ സൗകര്യം ചെയ്തു കൊടുക്കണം, മറ്റുള്ളവർക്ക് കൂടി അവസരം കൊടുക്കണം, അവർക്ക് കൂടി സീറ്റ് അറേഞ്ച് ചെയ്തു കൊടുക്കണം. എങ്കിൽ അവിടെ പറയുന്നത് യഫ്സഹില്ലാഹു ലക്കും എന്നാണ്. അള്ളാഹു നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ സൗകര്യം തരുന്ന. ഭയങ്കര കാര്യമല്ലേ അത്? നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് ഞെരുക്കമുണ്ടാവുമല്ലോ, ആ ഞെരുക്കങ്ങളിൽ ഒരു ആയാസം കിട്ടും എപ്പോൾ? ഒരു മജ്ലിസിൽ മറ്റൊരാൾക്ക് സൗകര്യം ചെയ്തു കൊടുത്താൽ. അൽ ജസാഉ മിൻ ജിൻസിൽ അമൽ എന്ന് ഉലമാക്കൾ പറയുന്നത് അതാണ്. നിങ്ങൾ ചെയ്യുന്ന അമലിൻ്റെ സ്വഭാവം അനുസരിച്ചാണ് പ്രതിഫലം. നിങ്ങൾ മറ്റൊരാൾക്ക് സൗകര്യം ചെയ്തു കൊടുത്താൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് സൗകര്യം ചെയ്തു തരുന്നതാകുന്നു.